ഷഫീദ് റാവുത്തർ കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നത്. ഷഫീദ്, മണിക്കൂറുകളിൽ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. സ്വാഭാവികമായിട്ടും നേരത്തെ നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികൾ നൽകിയ മൊഴികൾ അത് നിർണായകമായിട്ടുണ്ട് ഈ അറസ്റ്റിലേക്കും ഈ ചോദ്യം ചെയ്യലിലേക്കും എന്ന കാര്യം വ്യക്തവുമാണ്. അതിൽ എവിടെയാണ് തന്ത്രിയെ കൃത്യമായി കുരുക്കിയ മൊഴി വന്നത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു അറസ്റ്റിലേക്ക് പോകേണ്ട കാര്യമില്ല, മറിച്ച് ഈ കേസുമായി ബന്ധപ്പെടുന്ന പ്രാഥമികമായ വ്യക്തമായ ചില സൂചനകളും തെളിവുകളും ഒക്കെ ആ മൊഴികളിലൂടെ ഒരുപക്ഷെ SITക്ക് ലഭിച്ചിട്ടുണ്ടാകാം. അത്തരം വിശദാംശങ്ങൾ എന്താണ് ഷഫീദ്? പ്രജനി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITയുടെ ആദ്യഘട്ട അന്വേഷണത്തിൽ തന്നെ അവരുടെ സംശയത്തിന്റെ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ തന്ത്രി കണ്ഠരര് രാജീവൻ എന്നുള്ളത്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ആ നീക്കത്തിലേക്ക്, അറസ്റ്റ് നീക്കത്തിലേക്ക് അന്ന് SIT കടക്കാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതുവരെ ഉണ്ടായിരുന്ന അറസ്റ്റ് പോലെയല്ല തന്ത്രിയുടെ അറസ്റ്റ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ബ്യൂറോക്രസിയിൽ നടന്ന കോൺസ്പിറസി, അതേപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ ഇവരെ പോലെ ഒന്നുമല്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിനെ പോലെയല്ല തന്ത്രി എന്നുള്ളതാണ്. കാരണം ശബരിമലയിലെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനിയായ ആളാണ് തന്ത്രി കണ്ഠരര് രാജീവൻ. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ അത് കേവലം മൊഴികളുടെ മാത്രം അടിസ്ഥാനത്തിലല്ല, സോളിഡ് എവിഡൻസ് അല്ലെങ്കിൽ കോൺക്രീറ്റ് എവിഡൻസ് അക്കാര്യത്തിൽ വേണം എന്നുള്ളത് SITക്ക് നിർബന്ധമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഏതാണ്ട് 8ഓളം ദിവസമായി ഈ തന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയത്. അതിൽ തന്നെ SIT ഇപ്പോൾ പുറത്തേക്ക് പറയുന്ന, SIT പങ്കുവയ്ക്കുന്ന ചില വിവരങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള എലമെന്റ് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ അതിരിൽ കവിഞ്ഞ സ്വാതന്ത്ര്യം കൊടുത്തത് തന്ത്രിയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. അത് തെളിയിക്കുന്ന ശബരിമലയിലെ ജീവനക്കാരുടെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ SITക്ക് ഇതിനകത്ത് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറം തന്ത്രി ബാംഗ്ലൂർ, അതേപോലെ തന്നെ ചെന്നൈ എന്നിവിടങ്ങളിൽ നടത്തിയിട്ടുള്ള യാത്രകളുടെ വിശദാംശങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതേപോലെ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനുമായി തന്ത്രിക്ക് കണക്ഷൻ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ചില സംശയങ്ങൾ, സൂചനകൾ അത് ഇതിനോടകം തന്നെ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള തെളിവ് ശേഖരണം അന്വേഷണത്തിന്റെ ഭാഗമായി SIT നടത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ഡീമണി എന്ന പേരിൽ അന്വേഷണം നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും തന്ത്രിയായിരുന്നു ശരിക്കും SITയുടെ മുൻപിലുള്ള കാര്യം. കഴിഞ്ഞ 3 ദിവസമായി ശബരിമലയുമായി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള നീക്കം തന്നെയാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരുന്നത്. മാത്രവുമല്ല, SIT ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യാവലിയൊക്കെ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ തന്ത്രിക്ക് നിർദ്ദേശം നൽകുന്നത്. തന്ത്രി കൊല്ലം തിരുവനന്തപുരം ബോർഡറിലുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് അന്വേഷണ സംഘം ഇദ്ദേഹത്തെ പിന്തുടരുന്നത്. ശേഷം ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ നടത്തുന്നു. അതിനുശേഷം അറസ്റ്റ് അത് ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ച് രേഖപ്പെടുത്തുന്നു. ഇനിയുള്ളത് വൈദ്യപരിശോധനയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്ത്രിയെ ഹാജരാക്കും. അപ്പോഴും അന്വേഷണ സംഘത്തിന് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഇപ്പോഴും ഈ കേസിന്റെ ബേസ് എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന് ദ്വാരപാലക പീഠങ്ങളിലെ സ്വർണ്ണപ്പാളികളും അതേപോലെ കട്ടിളയിലെ സ്വർണ്ണപ്പാളികളും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് വേർതിരിച്ചെടുത്തു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ വേർതിരിച്ചെടുത്ത സ്വർണ്ണത്തിലേക്ക് എത്താൻ ഇപ്പോഴും SITക്ക് കഴിഞ്ഞിട്ടില്ല. അതൊരു നിർണായക കാര്യമാണ്. അതിലേതെങ്കിലും തരത്തിൽ ഒരു വൈറ്റൽ എവിഡൻസ്, വൈറ്റൽ ലീഡ് അത് തന്ത്രിക്ക് നൽകാൻ കഴിയുമോ എന്നുള്ളത് പലയാവർത്തി ഈ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘം ശ്രമിച്ചു എന്നുള്ള വിവരമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി ഇവർ മൂന്നും ഈ കേസ് മുന്നിൽ കണ്ട് വളരെ തയ്യാറെടുപ്പോടുകൂടിയാണ് അന്വേഷണ സംഘത്തിന് മുൻപിലേക്ക് എത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഇനി ഏതെങ്കിലും തരത്തിൽ വിവരം കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് തന്ത്രിയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ കേസിന്റെ തുടക്കം മുതൽ എല്ലാവരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ശബരിമലയിലെ അല്ലെങ്കിൽ സന്നിധാനത്തെ ഒരു വലിയ ആളായി മാറിയത് എന്ന ചോദ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുൻകാല ചരിത്രവും പശ്ചാത്തലവും ഒക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇയാൾ അവിടുത്തെ ഒരു വലിയ ആളായി മാറി എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന ചില സൂചനകളുണ്ട്. തന്ത്രി ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ എത്തിക്കുന്നതും ഈ രീതിയിലുള്ള ഒരു സ്വാധീനമുള്ള ഒരു വ്യക്തിയായി അല്ലെങ്കിൽ ഒരു സ്പോൺസറായി ഒക്കെ മാറ്റാൻ പ്രധാന മുൻകൈയെടുത്തത് തന്ത്രിയാണെന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നു. അതിൽ എത്രമാത്രം വസ്തുതയുണ്ട്? പ്രജന, അക്കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ ഇത് തെളിയിക്കുന്ന മൊഴികൾ അത് SITക്ക് ലഭിച്ചതുമാണ്. കാരണം ശബരിമലയിൽ 2019 മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചത് ഈ തന്ത്രിയാണ് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മാത്രവുമല്ല, തന്ത്രി അവിടേക്ക് എത്തുന്നത് മുതൽ നടത്തിയിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ച് തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നുള്ളതും അന്വേഷണ സംഘം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ജീവനക്കാരുടെ മൊഴി എന്നതിനപ്പുറത്തേക്ക് മറ്റു ചില തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ അടുപ്പം വ്യക്തമാക്കുന്ന ചില തെളിവുകളും കിട്ടിയിട്ടുണ്ട്. ശബരിമല കേന്ദ്രീകരിച്ച് നെക്സസ് പ്രവർത്തിച്ചു എന്നുള്ളതാണ് SITയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. അതിൽ ബ്യൂറോക്രസിയിൽ നിന്ന് ആളുകളുണ്ട്, പുറത്തു നിന്ന് ആളുകളുണ്ട്,
ഈ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളും അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് ഇടുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്ന കാര്യം. അത് ഏതായാലും ആ നീക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ്. ഇനി ഇവിടെ നിന്നും മറ്റെങ്ങോട്ടെങ്കിലും അന്വേഷണം പോകുമോ, തന്ത്രിയിൽ നിന്ന് ശബരിമലയിൽ നിന്ന് വേർതിരിച്ച സ്വർണം എവിടെ എത്തിച്ചു എന്നുള്ളതിൽ ഒരു വിവരം കിട്ടുമോ, അതല്ല മറ്റേതെങ്കിലും തരത്തിലേക്ക് അത് പങ്കിട്ടെടുത്തെങ്കിൽ അത് ആർക്കൊക്കെ പങ്കിട്ടു, മറ്റാർക്കെങ്കിലും ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഈ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നത് നിർണായകമായി മാറും. ഷഫീദ്, ഒറ്റ ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ കേസിലേക്ക് വളരെ കൃത്യമായി തന്ത്രിയെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം അതെന്താണ്? ആ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യലായ സംശയം എന്താണ്? അതായത് ഈ കേസിന് കൂട്ടുനിന്നു എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് ഇതിൽ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളതാണോ, അല്ലെങ്കിൽ പോറ്റിയെ ഈ രീതിയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണോ? ഏതിനാണ് ഏറ്റവും പ്രാമുഖ്യത്തോടുകൂടി SIT കാണുന്നത്? പ്രജിൻ, 2019 ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ, അതായത് ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളും കട്ടിളപ്പാളിയും മെയിന്റനൻസ് വർക്ക് ആവശ്യമാണ് എന്ന ആദ്യ കത്ത് നീക്കുന്നത് അത് തന്ത്രിയാണ്. തന്ത്രിയുടെ ആ കത്തിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ഇക്കാര്യങ്ങൾ എത്തുന്നത്. തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട്. സ്വാഭാവികമായും ഈ കോൺസ്പിറസികളുടെ ആദ്യ പേരുകാരൻ, ആദ്യ സൂത്രധാരൻ തന്ത്രിയാണോ എന്നുള്ളത് സംശയിച്ചാണ് ഇപ്പോൾ SIT തന്ത്രിയെ ചോദ്യം ചെയ്യുന്നത്. പ്രജിൻ ചോദിച്ച ചോദ്യത്തിന് ഒറ്റ ഉത്തരം അതാണ്. അതായത് കോൺസ്പിറസിയിലെ ആദ്യ കണ്ണികളിൽ ഒരാൾ തന്ത്രിയാണ് എന്ന് SIT സംശയിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് ഇപ്പോൾ കടന്നിട്ടുള്ളത്. പിന്നീട് പലതരത്തിലുള്ള ഉപചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതിലൊന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് തന്ത്രി നടത്തി മറ്റു കാര്യങ്ങളെക്കുറിച്ച്, മറ്റു ചില ഇടപാടുകളെക്കുറിച്ചുള്ള വിവരം. 2, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധനുമായി തന്ത്രിക്കുള്ള ബന്ധം. 3, തന്ത്രി നടത്തിയിട്ടുള്ള യാത്രകൾ, അത് ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും നടത്തിയിട്ടുള്ള യാത്രകൾ. 4, ഈ കോൺസ്പിറസി മറയ്ക്കാൻ, അതായത് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ SIT സൂചിപ്പിച്ചൊരു കാര്യം, ഈ കേസിന്റെ ദേവസ്വം വിജിലൻസ് കേസ് അന്വേഷിച്ച് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ SIT ഇത് ആരംഭിക്കുന്ന ഘട്ടത്തിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവർ ബാംഗ്ലൂരിലെത്തി ഒരു ഗൂഢാലോചന നടത്തിയിരുന്നു. ആ ഗൂഢാലോചനയിൽ തന്ത്രിയും ഉണ്ടോ എന്നൊക്കെയുള്ളതാണ് SITയുടെ സംശയം. അങ്ങനെ ഈ സംശയങ്ങൾ ആകെ വെച്ചാണ് ഇപ്പോൾ തന്ത്രിയിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ശരി, ഷഫീദ് റാവുത്തർ തുടരുക. ഒപ്പം ഇഞ്ചക്കിൽ നിന്നും ഉമേഷ് ബാലകൃഷ്ണൻ അല്പസമയത്തിന് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ചേരും. എന്നാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട SITയുടെ നിർണായക നീക്കമാണ് ഈ മണിക്കൂറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തന്ത്രി അറസ്റ്റിലാണ്. ഇനിയിപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കാനായി തന്ത്രിയെ കൊണ്ടുപോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.